നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഒരു അനാവശ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് വി.കെ. പ്രശാന്ത് എം.എൽ.എയും CPM ഉള്ളത്. അതുകൊണ്ടാണ് വിവാദമായ ഓഫീസ് കെട്ടിടം ഒഴിയാമെന്ന തീരുമാനത്തിലേക്ക് എം.എൽ.എ എത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിന്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ മുൻമേയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട് അവരത് ചെയ്തത്. അപ്പോൾ അതിനെപ്പോലും മഹാ അപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല. കിണവൂർ മുതൽ ഇപ്പുറത്ത് നമ്മുടെ കാച്ചാണി വരെയുള്ള അല്ലെങ്കിൽ കണ്ണമ്മൂല വരെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടമാണ്, വാഹന സൗകര്യമുള്ള ഒരിടമാണ്. അപ്പോൾ അവിടെ ആളുകൾക്ക് തീർച്ചയായിട്ടും തുടർ സേവനങ്ങൾ നൽകാൻ വേണ്ടി കഴിയും. നിയോജകമണ്ഡലത്തിൽ കൂടുതൽ സൗകര്യാർത്ഥം മരുതൻകുഴിയിലേക്ക് പുതിയ ഓഫീസ് മാറ്റുമെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം വട്ടിയൂർക്കാവ് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇപ്പോൾ തന്നെ പല നേതാക്കളും വട്ടിയൂർക്കാവിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് BJPയിൽ നിന്നും രംഗത്തെത്തിയിട്ടുമുണ്ട്. 7 വർഷമില്ലാത്തൊരു തർക്കമാണ് ഇപ്പോൾ വന്നത്. നേരത്തെ ഒരു 5 വർഷം BJPയുടെ തന്നെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് LDFന്റെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു തർക്കം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടി ആലോചിച്ചാൽ മതി. വി.കെ. പ്രശാന്ത് എം.എൽ.എ ഒരു പക്ഷെ വട്ടിയൂർക്കാവിൽ തന്നെ ഒരു ടേമും കൂടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലേതായാലും മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു അനാവശ്യ വിവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായും ഗുണം ചെയ്യില്ല എന്നൊരു കണക്കൂട്ടൽ CPM-നും വട്ടിയൂർക്കാവ് എം.എൽ.എ വി.കെ. പ്രശാന്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞ് ആ ജനകീയ മുഖം വീണ്ടെടുക്കാമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് വി.കെ. പ്രശാന്തിനുള്ളത്. അതുകൊണ്ടാണ് R. ശ്രീലേഖയുമായി ചേർന്നുള്ള ഓഫീസ് ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞ് പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ വി.കെ. പ്രശാന്ത് തീരുമാനിക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.